പട്ടാമ്പി തിരുമിറ്റക്കോട് വെച്ച് പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ ബന്ധു അറസ്റ്റിൽ. കഴിഞ്ഞ ഡിസംബർ 6-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മുഹമ്മദ് അലി സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് അതിക്രമം ഉണ്ടായത്. വണ്ടൂർ സ്വദേശിയായ പ്രമുഖ വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് നിർണായക വഴിത്തിരിവ്. സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരനും മുഹമ്മദ് അലിയുടെ ചെറിയച്ഛന്റെ മകനുമായ മലപ്പുറം പൂങ്ങോട് സ്വദേശി വലിയ പിടിയേക്കൽ വീട്ടിൽ സിയാസിനെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 6-നാണ് കേസിനാസ്പദമായ സംഭവം. തിരുമറ്റക്കോട് കോഴിക്കോട്രി പാലത്തിന് സമീപം വെച്ച് മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് ക്വട്ടേഷൻ സംഘം അക്രമം അഴിച്ചുവിട്ടത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ വ്യാപക തിരച്ചിലിനിടെ ഒറ്റപ്പാലം കോതകുരിശിയിൽ വെച്ച് അക്രമികളിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട മുഹമ്മദ് അലിയെ നാട്ടുകാരാണ് പോലീസിലേൽപ്പിച്ചത്. സംഭവം നടന്ന ദിവസം തന്നെ ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അന്തർ സംസ്ഥാന ക്വട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചു. അന്വേഷണം തന്നിലേക്ക് നീളുന്നുവെന്ന് മനസ്സിലാക്കിയ സിയാസ വിദേശത്തേക്ക് കടന്ന് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം തന്ത്രപൂർവ്വം പ്രതിയെ മലപ്പുറം എടവണ്ണയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ഒരു കാലത്ത് മുഹമ്മദ് അലിയുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന വിശ്വസ്തനായിരുന്നു സിയാസ്. എന്നാൽ ഇയാൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ മുഹമ്മദ് അലി കണ്ടെത്തുകയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഇതോടെ വലിയ കടക്കിടയിലായ സിയാസ് മുഹമ്മദ് അലിയോടുള്ള പക തീർക്കാനും മോചനദ്രവ്യമായി വലിയ തുക തട്ടിയെടുത്ത ബാധ്യതകൾ തീർക്കാനുമാണ് ഈ ക്വട്ടേഷൻ ആസൂത്രണം ചെയ്തത്. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.